ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു Q&A സെക്ഷൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നത് വാച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി തരാമെന്നായിരുന്നു. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ടും കണ്ടിരുന്നാൽ മറ്റൊരു സർപ്രൈസ് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കുറച്ച് നേരം നിങ്ങളിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. മുന്നോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ചോദിച്ചത് വൈ ഇറ്റ് എന്ന ചാനലിൽ നിന്നാണ്. വളരെ സുന്ദരമായിട്ട് വീഡിയോ ചെയ്യുന്ന രണ്ട് കൊച്ചു അനുജന്മാരാണ്, എൻ്റെ അനുജന്മാരാണ്. അപ്പോൾ ആ രണ്ട് അനുജന്മാരാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പ്രാചീന മനുഷ്യർ എങ്ങനെയാവും ടൈം കണക്കാക്കിയിരുന്നത്? സൂര്യനെ നോക്കിയിട്ടായിരിക്കുമോ? അതെ, പ്രാചീന മനുഷ്യർ ടൈം കണക്കാക്കിയിരുന്നത് സൂര്യനെ നോക്കിയിട്ട് തന്നെയായിരുന്നു. സൂര്യഘടികാരമായിരുന്നു ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഒരു ഡയലിൻ്റെ നടുക്കായിട്ടൊരു ചെറിയ ഒരു വടി പോലെ അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ചരിഞ്ഞിട്ടൊരു വടി പോലെ നാട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോൾ അതിൻ്റെ നിഴൽ ചുറ്റിനുമുള്ള ഡയലിന് ചുറ്റിനും ചെറിയ ഒരു നമ്പേഴ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അവരുടെ അന്നത്തെ ഭാഷയിൽ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ടൈം കണക്കാക്കിയിരുന്നത്. അതിൻ്റെ ആ വടിയുടെ നിഴൽ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് സമയം കണക്കാക്കുന്നതായിരുന്നു അന്നത്തെ രീതി. അതിനുശേഷം പുരാതന ഈജിപ്തുകാർ അവർ മറ്റൊരു രീതി, ഒരു സ്തൂപം കൊണ്ടുവന്നിട്ട് സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് 4 വശങ്ങളുണ്ട്. അപ്പോൾ 4 വശങ്ങളെ അവർ കണക്കാക്കിയിരുന്നത് ഒരു ദിവസത്തെ 4 പാർട്ടായിട്ട് മാറ്റിക്കൊണ്ട് അങ്ങനെ 4 സമയങ്ങളായിട്ട് അവർ വിഭജിച്ചുകൊണ്ട് അവർ സമയം കണക്കാക്കിയിരുന്നു. അതിനുശേഷം വന്നതാണ് വാട്ടർ ക്ലോക്കാണ്. വാട്ടർ ക്ലോക്ക് ഇപ്പോഴും ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ വാട്ടർ ക്ലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ട്. വാട്ടർ ക്ലോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വാട്ടർ ക്ലോക്കിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോസ് ലഭിക്കുന്നതാണ്. അതായത് വാട്ടറിനുള്ളിൽ ചെറിയൊരു പാത്രം പോലെ ഒരു ഹോളുള്ള ചെറിയൊരു പാത്രം ഇട്ടിട്ട് അതിനകത്ത് വെള്ളം നിറയുമ്പോൾ എത്ര സമയം എടുക്കുന്നു, വെള്ളം നിറയാൻ എത്ര സമയം എടുക്കുന്നു എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാട്ടർ ടൈം ഉപയോഗിച്ചിരുന്നത്. അതിനും ശേഷമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ അവർ 2 ഗ്ലാസ് ബൾബുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ സ്ഥലത്ത് കൂടി ഇങ്ങനെ മണൽത്തരികൾ ഇങ്ങനെ കടത്തി വിട്ടിട്ട് ആ രീതിയിൽ സമയം കണക്കാക്കിയിരുന്നു. അത് ഇപ്പോഴും ലഭ്യമാണ്. 1 മണിക്കൂർ, അതുപോലെ 3 മണിക്കൂർ, 2 മണിക്കൂർ, 5 മണിക്കൂർ. ഇതിൻ്റെ അളവനുസരിച്ച് സമയം വ്യത്യാസം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സാധനം ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു ക്രാഫ്റ്റഡ് ഐറ്റം പോലെ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു മെമ്മറീസ് പോലെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ഷെൽഫിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഇപ്പോഴും ലഭ്യമാണ്. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രണവ് എന്നൊരു സുഹൃത്താണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കാസിയോ വാച്ച് ഹിസ്റ്ററിയാണ്. തീർച്ചയായിട്ടും കാസിയോ വാച്ചിൻ്റെ ഹിസ്റ്ററി നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസറിനകത്തത് ഒതുക്കാൻ പറ്റുന്നതല്ല. നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തേക്കാം. പിന്നീട് ചോദിച്ചിരിക്കുന്നത് ഷെംസീസ് കുക്കിംഗ് ടൈം. റാഡോ വാച്ചിൻ്റെ കളക്ഷനും അതിനെക്കുറിച്ചും പറയാമോ? റാഡോ വാച്ചിൻ്റെ കളക്ഷന് എന്നല്ല, ഒരു വാച്ചിൻ്റെ കളക്ഷൻ നിലവിലില്ല. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ വീഡിയോസൊക്കെ ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോ വാച്ചിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു വാച്ചിൻ്റെ ഷോപ്പുകളുടെയോ ഓരോ ബ്രാൻഡുകളുടെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ വളരെ നന്ദി. അതിനുശേഷം വന്നത് അമൽ MR. ബ്രോ, വിൻറ്റേജ് വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടെങ്കിൽ കാണിക്കുമോ? വിൻറ്റേജ് വാച്ചിൻ്റെയും കളക്ഷൻ ഇല്ല. ഒരു വാച്ചിൻ്റെയും കളക്ഷൻ നിലവിൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ആപ്പാട്ടുള്ള 2 വാച്ചുകളാണ്, ഞാൻ ഉപയോഗിക്കുന്ന 2 വാച്ചുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് പുറത്തു പോയി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ. നിങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോസൊക്കെ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നീട് ചോദിച്ചിരിക്കുന്ന നമ്മുടെ മറ്റൊരു സുഹൃത്തായ മിസ്ന ജലാൽ. വാച്ചിൽ ടൈം കണക്കാക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് വാച്ചുണ്ടോ? മീൻസ് നമ്മളൊരു റെഫറൻസ് വെച്ചിട്ട് അല്ലേ എന്തും ചെയ്യുന്നത്? അതായത് ചോദിച്ചിരിക്കുന്നത് ഈ വാച്ചിലൊക്കെ സമയം ഇന്നത്തെ രീതിയിൽ കണക്കാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബേസായിട്ട് എന്തെങ്കിലും റെഫറൻസ് വെച്ചിട്ടാണോ ചെയ്യുന്നത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്.
അങ്ങനെ എൻ്റെ അറിവിൽ അങ്ങനെ ഏതെങ്കിലും കമ്പനികളൊക്കെ ഒരു പക്ഷേ അവരുടെ ബേസ് വെച്ചിട്ടുണ്ടാകും. കാരണം ആ ഡയലിൻ്റെ മെഷർമെൻറ്റ് 1 നിന്നും 2 2 നിന്നും 3 പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം അളവുകളുണ്ട്. ആ അളവുകളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള വീലുകൾ, ഒരുപാട് വീലുകൾ, ഒരു മിനിമം ഒരു വാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 5 വീലുകൾ മിനിമം ഉണ്ടെങ്കിലേ വാച്ച് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വീലിൻ്റെ എല്ലാം പല്ലുകൾ കറക്റ്റായിരിക്കണം. കൂടാനോ കുറയാനോ അല്ലെങ്കിൽ അളവ് കൂടാനോ കുറയാനോ ഒന്നിനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് അതിൻ്റെ മെഷർമെൻ്റ് ഉള്ളത്. അതൊക്കെ ആയിരിക്കണം അടിസ്ഥാനം. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല, സോറി. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും റെഫറൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിൽ തന്നെ പറയുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് മഹേഷ് KM. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ട്രാക്ക് ഒരു ബഡ്ജറ്റ് ബ്രാൻഡ് ഓർ പ്രീമിയം. ഫാസ്റ്റ് ട്രാക്ക് ഒരു ബഡ്ജറ്റ് ബ്രാൻഡ് തന്നെയാണ്, പ്രീമിയം അല്ല. അത് നമുക്ക് എക്കണോമിക് ബ്രാൻഡിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. കാരണം ഇത് സാധാരണക്കാരനും പാവപ്പെട്ടവനും വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിലാണ്. 1000 രൂപ മുതൽ ഒരു 5000 ആ ഒരു റേഞ്ചിലാണ് ഫാസ്റ്റ് ട്രാക്ക് വാച്ചുകൾ വരുന്നത്. അപ്പോൾ അതൊരിക്കലും പ്രീമിയം ബ്രാൻഡ് അല്ല. പിന്നീട് നമ്മളൊരു ചാനലാണ് അറേബ്യൻ ഹാർട്ട് ബീറ്റ്സ്, സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു ചാനലാണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് വാച്ച് ഉണ്ടായത് എങ്ങനെ, ശരിക്കും എന്തിനാണ് വാച്ച്, അങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വാച്ച് ഉണ്ടായത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ആൻസർ ആയിരുന്നു ബേസിക്കലി വാച്ച്. അതിനുശേഷം വാച്ച് ഉണ്ടാക്കിയത് ആരാണെന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. പിന്നെ അതിനുശേഷം കിട്ടിയാലും ഇല്ലെങ്കിലും എന്താണ് ബെനിഫിറ്റ്. വാച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു മൊബൈൽ എടുത്ത് അത് ഓൺ ചെയ്ത് അതിനകത്ത് സമയം നോക്കുന്നത് പോലെയോ അല്ല മറ്റെന്തെങ്കിലും ഡിവൈസിൽ സമയം നോക്കുന്നതിന് പോലെയോ അല്ല. നമ്മുടെ കയ്യിലൊരു വാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കാതെ ജസ്റ്റ് കൈയൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സമയം ഈസി ആയിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഇത്ര ഈസി ആയിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഉപകരണം വേറെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ വാച്ച് കിട്ടിയില്ലെങ്കിൽ സമയം ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ മൊബൈൽ നോക്കേണ്ടി വരും. കിട്ടുവാണെങ്കിൽ ഈസി, അത്രയേ ഉള്ളൂ. പിന്നെ എന്തിനാണ് വലിയ വില കൊടുത്ത് ലക്ഷറി ബ്രാൻഡ് വാങ്ങിക്കുന്നത്? ഓരോന്ന് വാങ്ങിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടവും ഹോബിയുമാണ് ചില കാര്യങ്ങൾ. അപ്പം നമ്മൾ ചിലപ്പം സാധാരണക്കാരല്ലെങ്കിൽ ക്യാഷ് കുറവുള്ളവർ ഒരു പക്ഷേ ടൈറ്റനോ ഫാസ്റ്റ് ട്രാക്കോ സൊനാറ്റ അല്ലെങ്കിൽ കാസിയോ സിറ്റിസൺ അതുപോലെയുള്ള ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ബേസിക് റേഞ്ചിലുള്ള വാച്ചുകളൊക്കെ വാങ്ങിക്കും. അപ്പോൾ കുറച്ചും കൂടി പിന്നെ ക്യാഷ് ഉള്ളവർ കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് പോയിട്ട് അവർ ചിലപ്പോൾ റാഡോ ടിസോ ഒമേഗ പോലുള്ള വാച്ചുകൾ വാങ്ങിക്കും. അവിടെ നിന്നും ക്യാഷ് ഉള്ളവരാണെങ്കിൽ അവർ നേരെ പോകുന്നത് ഉബ്ലോ, റോളക്സ്, പിന്നെ കാർട്ടിയർ, റിച്ചാർഡ് മില്ലി പോലുള്ള വാച്ചുകൾ വാങ്ങിക്കുന്നു. അപ്പോൾ അതൊക്കെ ചിലർക്ക് ഹരമായി, ചിലർക്ക് ഹോബി ആയിരിക്കും. ചില വാച്ചുകളൊക്കെ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഹോബി ആയിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്കറിയാം. അവരുടെ കയ്യിൽ ഒരുപാട് വാച്ചുകളുണ്ട്. അവർക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ അവർക്ക് ഓരോ ഫംഗ്ഷന് പോകുമ്പോഴും ഓരോ വാച്ചുകളായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ അതാണ് ചിലർക്ക് ഇപ്പം നമുക്ക് തന്നെ പറയാൻ കഴിയും. നമുക്കിപ്പോൾ ചിലർക്ക് റോൾസ് റോയ്സ് കാറുകളോട് താല്പര്യം കാണും. അപ്പോൾ അതൊക്കെ ഓരോന്ന് ലക്ഷറി വാച്ചുകൾ, ലക്ഷറി ഉൽപ്പന്നങ്ങൾ ഇറക്കിയിരിക്കുന്നത് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതാണ് ലക്ഷറി വാച്ച്. പിന്നെ ആരാണ് വാങ്ങിക്കുന്നത്, എന്തിനാണ് ഇത്ര വില കൊടുത്ത് വാങ്ങിക്കുന്നത് എന്നുള്ളതിന് ചോദ്യത്തിന് ആൻസർ. ആരാണ് ഈ ലക്ഷറിക്ക് പിന്നിൽ? അപ്പോൾ അത് തന്നെയാണ് കഴിഞ്ഞ ചോദ്യത്തിൻ്റെ തുടക്കം തന്നെയാണ്. ലക്ഷറിക്ക് പിന്നിൽ ലക്ഷറി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞ ടൈമെക്സ്, ടൈറ്റൻ പോലെയുള്ള വാച്ചുകൾ മിഡ് റേഞ്ച് വാച്ചുകളാണ്, അല്ലെങ്കിൽ ബേസ് ലെവൽ വാച്ചുകളാണ്, എൻട്രി ലെവൽ വാച്ചുകളാണ്. അപ്പോൾ അതൊന്നും വാങ്ങിച്ചിടാൻ ചിലപ്പോൾ നമുക്ക് യൂസഫ് അലിക്കോ അല്ലെങ്കിൽ പിന്നെ അംബാനിക്കൊന്നും ചിലപ്പോൾ ആ ഒരു വാച്ചിനോട് താല്പര്യം കാണുന്നില്ല. അവർക്ക് അവരുടെ പിന്നെ ലെവലിലേക്ക് പോകുന്ന, അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ലക്ഷറി വാച്ചുകൾ ഇറക്കുന്നത്. പിന്നീട് ചോദിച്ചത് ടൈറ്റൻ ആയാലും റോളക്സ് ആയാലും എന്ത് കാര്യം, എല്ലാം ടൈം മെഷീൻസ് എന്ന് ചോദിക്കുന്നവരുണ്ട്. കമ്പയർ ചെയ്യുന്നത് എങ്ങനെ, ക്വാളിറ്റി ആൻഡ് ലക്ഷറി? അതെ, ടൈം രണ്ട് വാച്ചിലും ഒരേ സമയം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡ് രണ്ടും രണ്ടാണ്. ഒരാൾ റോളക്സ് വാച്ച് ധരിച്ചുകൊണ്ട് ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാൽ അയാളുടെ കയ്യിൽ ആ വാച്ച് റോളക്സ് ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാകും അദ്ദേഹം അത്യാവശ്യം ലക്ഷറി ലൈഫിൽ ജീവിക്കുന്ന ഒരാളാണ്. അതേസമയം അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ ഒരു സാധാരണ ടൈറ്റൻ, ഒരു കാസിയോ, ഒരു ജിഷോക്ക് വാച്ചൊക്കെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരാളാണ്, ഒരു സാധാരണ മിഡ് റേഞ്ച് ലെവലിൽ ജീവിക്കുന്ന ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കും.
അപ്പോൾ അങ്ങനെ പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു റോളക്സ് വാച്ച് വാങ്ങും എന്ന് വിചാരിച്ച് ഞാൻ ലക്ഷറി മാൻ ആകത്തില്ല. പക്ഷേ അതൊരു പാഷനാണ്. അപ്പം എനിക്കൊരു G-Shock അല്ലെങ്കിൽ ഒരു റോളക്സ് അല്ലെങ്കിൽ ഒരു പിന്നെ റിച്ചാർഡ് മില്ലി വാച്ചൊക്കെ വാങ്ങിക്കണം അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പാഷൻ്റെ പുറത്താണ്. നമുക്ക് ആ വാച്ചുകളുടെ അഭിനിവേശത്തിൻ്റെ പുറത്താണ് നമ്മൾ ആ വാച്ചുകൾ സ്വന്തമാക്കുക. വാച്ചുകളുടെ ഇഷ്ടത്തിൻ്റെ പുറത്താണ് നമ്മൾ വാച്ചുകൾ സ്വന്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരിത്. പിന്നീട് പറയുന്നത് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതായത് ലക്ഷറി വാച്ചും സാധാ വാച്ചും ഒരേ സമയം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്പയർ ചെയ്യുന്നത് മെയിനായിട്ടും അതിൻ്റെ ക്വാളിറ്റിയിലാണ്. നമ്മളൊരു ലക്ഷറി വാച്ച് വാങ്ങിയാൽ ആ വാച്ചിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരായുസ് മുഴുവനും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കായിരിക്കും ആ വാച്ചിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു മിഡ് റേഞ്ചിലുള്ള അല്ലെങ്കിൽ ടൈറ്റൻ പോലൊരു വാച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും പോകാനുള്ള സാധ്യത ഇല്ല. അല്ലെങ്കിൽ അത്ര കെയറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അത്രയ്ക്കും ലോങ് ലൈഫിലേക്ക് പോവുകയുള്ളൂ. പ്രത്യേകിച്ച് ലക്ഷറി വാച്ചിൽ ഉപയോഗിക്കുന്ന റോളക്സ് വാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോളക്സ് വാച്ചിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 904 എന്ന ഗ്രേഡിലുള്ള ഹൈ ഗ്രേഡിലുള്ള സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അത് സാധാരണ ഒരു വാച്ചുകളിൽ ഉപയോഗിക്കാത്ത ടൈപ്പ് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ച് വീണാലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വാച്ചിൻ്റെ ലുക്കായിരിക്കും വരുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷറി വാച്ചുകൾ ചിലതൊക്കെ നിർമ്മിക്കുന്നത് കൈകൊണ്ടായിരിക്കും. ദിവസങ്ങളോ വർഷങ്ങളൊക്കെ എടുത്ത് ഈ റോളക്സ് വാച്ചൊക്കെ ഒരു വാച്ച് നിർമ്മിക്കാൻ എടുക്കുന്നത് 1 വർഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വാച്ച് നിർമ്മിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ മൂല്യം ഉണ്ടാകും. പിന്നെ ചില ബ്രാൻഡിൻ്റെ മൂല്യം റോളക്സിനുള്ള മൂല്യമായിരിക്കത്തില്ല ടൈറ്റൻ്റെ വാച്ചിനുള്ളത് അല്ലെങ്കിൽ സിറ്റീസിൻ്റെ വാച്ചിനുള്ളത്. അതിനൊക്കെ ഓരോന്നിനും ഓരോ മൂല്യമാണ്. ആ മൂല്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റലുകളാണ്. പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ ഉണ്ടാവും, അതിൻ്റെ ക്വാളിറ്റി ബേസിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ വാച്ചിൽ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വാച്ച് ഏതാണെന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും വില കൂടിയ 5 വാച്ചുകളുടെ റിവ്യൂ നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാവുന്നതാണ്. കൂടാതെ ഞാൻ പറയാം, ഈ വർഷം എടുത്ത് കാണിക്കുന്ന ഒരു വാച്ചുകളായിരിക്കത്തില്ല അടുത്ത വർഷം. അപ്പോൾ ഓരോ വാച്ച് കമ്പനികളും മത്സരിക്കുകയാണ്. അതായത് ലക്ഷറി വാച്ച് കമ്പനികൾ മത്സരിക്കുകയാണ്. അവർക്ക് ഉണ്ടാക്കണം ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ച് അവർക്ക് സ്വന്തമാക്കണം, അവരാണ് ഉണ്ടാക്കിയതെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കുവാൻ വേണ്ടിയിട്ട്, അവരുടെ പേരും പെരുമയും കാണിക്കുവാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഓരോരുത്തരും മത്സരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ വർഷമുള്ള വാച്ചായിരിക്കത്തില്ല അടുത്ത വർഷം. പിന്നെ ബേസിക്കായിട്ട് കുറച്ച് വാച്ചുകൾ നമ്മുടെ ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ബ്രിഗയാണ്. ബ്രിഗയുടെ മാസ്റ്റർ പീസ് ഗ്രാൻഡ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലുണ്ട്. പിന്നീട് വരുന്നത് ഗ്രാഫ്റ്റ് ഡയമണ്ട് ഹലൂസിനേഷൻ എന്ന് പറഞ്ഞിട്ട് 55 മില്യൺ വരുന്നൊരു വാച്ച് ഉണ്ട്. പിന്നെ ജാജാല കൊച്ചെ ജോലാഗെ, ഈ പേര് വളരെ ബുദ്ധിമുട്ടാണ് അത് പറയാൻ. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളതിൽ അത്യാവശ്യം വില കൂടിയ വാച്ച്. പിന്നെ ചോപ്പാടിൻ്റെ ഒരു വാച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും വില കൂടിയ വാച്ചുകൾ. പിന്നെ ചിലപ്പോൾ അടുത്ത വർഷം ഈ വാച്ച് ഇതല്ലാതെ അയക്കാം, വേറെ വാച്ചുകൾ വന്നേക്കാം. അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ Q&A. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അത്യാവശ്യം മറുപടി തരാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഈ ചാനലിലൂടെ നമുക്കൊരു ഗീവ് അവേ നടത്താനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗീവ് അവേ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വാച്ചല്ല, നമ്മൾ ഒരുപാട് വാച്ചും അല്ല, കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാച്ച് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് നമ്മളെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. കമൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻ്റ് അല്ല, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചാനലിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ച് തോന്നിയ അല്ലെങ്കിൽ ഈ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സജഷൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ സ്പാം കമൻ്റ് ആയി പോകാൻ പാടില്ല. നിങ്ങൾ മിനിമം ഒരു 4-5 മിനിറ്റ് അല്ലെങ്കിൽ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം മാത്രമേ ലഭിക്കുകയുള്ളൂ. കമൻറ്റ് ഇടാൻ വേണ്ടി മാത്രം നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടു പോകരുത്, അല്ലെങ്കിൽ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വീഡിയോ കണ്ടു പോകരുത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ജസ്റ്റ് കമൻറ്റ് ഇടുക. നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ഇടുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടുക. ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഉണ്ട്. ലിങ്ക് നിങ്ങൾ കയറിയിട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് മാത്രം, ഇവർ വളരെ ചുരുങ്ങിയ നിയമമൊന്നുമല്ല, മറ്റുള്ള ചാനലുകളൊക്കെ വെക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു നിയമമൊന്നുമല്ല. ജസ്റ്റ് ലൈക്കും ഫോളോവും ചെയ്താൽ മാത്രം മതി, കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഗീവ് അവേയുടെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കുക. നമ്മുടെ ഈ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുക, ഷെയർ ചെയ്യുക.
മലയാളത്തിൽ വാച്ചുകളെക്കുറിച്ച് പറയുന്ന ഒരു ചാനലും വേറെ ഇല്ല, നമ്മുടെ ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ചാനൽ തുടങ്ങാൻ തന്നെ ഞാൻ പ്രേരിതനായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ വിഷയവും ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണും വരേക്കും ഗുഡ് ബൈ.